Dear students, welcome back to maths class. Today's first question. Look at two ads in a TV shop. 20-inch rupees 11,900, then 20% discount. 21-inch rupees 12,900, 20% discount. Okay. Next. If one has only 10,000 rupees with him, which of these TVs can he buy? What is the difference in prices after discount? What is the difference in prices after discount? അപ്പോൾ അവരുടെ ടി വി ഷോപ്പിൽ അവരുടെ പരസ്യമാണ് ആ രണ്ട് ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇഞ്ചിൻ്റെ ടെലിവിഷൻ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ സൈസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ റേഷ്യോ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു അല്ലേ, ഡയഗണൽസിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടാണ് ഇഞ്ച് എന്നൊക്കെ പറഞ്ഞതല്ലേ. യെസ്, അപ്പോൾ 20 ഇഞ്ച് ആണെങ്കിൽ 11,900 റുപ്പീസാണ്. അതിനെന്ത് കിട്ടുന്നുണ്ട്? 20% ഡിസ്കൗണ്ട്. ഇനി 21 ഇഞ്ച് ആകുമ്പോഴോ 12,900 ആണ്, അവിടെയും 20% എന്ത് കിട്ടുന്നുണ്ട്? ഡിസ്കൗണ്ട്. നെക്സ്റ്റ്, ഇഫ് വൺ ഹാസ് ഓൺലി 10,000 റുപ്പീസ് വിത്ത് ഹിം, ഇപ്പോൾ അയാളുടെ കയ്യിൽ 10,000 റുപ്പീസ് മാത്രമാണെങ്കിൽ വിച്ച് ഓഫ് ദീസ് ടി വിസ് ക്യാൻ ഹി ബൈ, അതിൽ ഏത് ടി വി ആണ് അയാൾ വാങ്ങുക? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്രൈസസ് ആഫ്റ്റർ ഡിസ്കൗണ്ട്? അപ്പോൾ ഡിസ്കൗണ്ടിന് ശേഷം എന്താണ് ആ പ്രൈസിലുള്ള ഡിഫറൻസ് എത്രയാണെന്നും കാണണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 10,000 റുപ്പീസിൻ്റെ എന്ത് കാണുക? 20% ഡിസ്കൗണ്ട്. അതേപോലെ 10,000ൻ്റെ അല്ല, എന്താണ് 11,900ൻ്റെ 20% ഡിസ്കൗണ്ട് കാണുക. അതേപോലെ 12,900ൻ്റെ എന്തും കാണുക? 20% ഡിസ്കൗണ്ടും കാണുക. എന്നിട്ട് ഏതാണോ കിട്ടുന്നത് നോക്കാം. അപ്പോൾ 10,000നേക്കാൾ കൂടുതലാണെങ്കിൽ അയാൾക്ക് ടി വി വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അയാളുടെ കയ്യിൽ 10,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ടി വി ആണ് വാങ്ങാൻ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ കേസിൽ എന്താ 11,900 റുപ്പീസാണ് ടി വിയുടെ വില അല്ലേ. അതായത് 20 ഇഞ്ച് ടി വി ആണ്, അതിൻ്റെ വില 11,900 റുപ്പീസാണ്. അതിൻ്റെ 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക? 80% കാണാം. 80/100. ഇവിടുന്ന് നമുക്ക് ഹൺഡ്രഡ്സ് ക്യാൻസൽ ചെയ്യാം. വെറുതെ അതിട്ട് സീറോസ് ഇട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് ഹൺഡ്രഡ്സ് മുകളിലും താഴെ ഒരുപോലെ വരുന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്താണുള്ളത്? 119 × 80. 119 × 8 എത്ര വരിക? 8 × 9 72, then 7. 1 × 8 8. 8 + 7 15, then 1. Again 1 × 8 8. 8 + 1 9. അപ്പോൾ 952. പിന്നെ ഇവിടുത്തെ ഒരു 0. അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അവർക്ക് ടി വിയുടെ വില എത്ര രൂപയ്ക്ക് കിട്ടും? 9,520 റുപ്പീസിന് കിട്ടും അല്ലേ. എത്രയായിരുന്നു അതിൻ്റെ വില? 11,900. അവരിട്ട വില 11,900 ആണ്. പക്ഷേ അവിടുത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അത് ടി വി എത്ര രൂപയ്ക്ക് കിട്ടും? 9,520 റുപ്പീസ്. ഇനി സെക്കൻഡ് 21 ഇഞ്ച് ടി വി ആണെങ്കിലോ 12,900 ആണ് അതിൻ്റെ വില. ഇനി ആ 20% ഡിസ്കൗണ്ട് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴോ ഇതിൻ്റെ 80/100 കണ്ടുപിടിക്കാം. അപ്പോൾ ഹൺഡ്രഡ്സ് ക്യാൻസൽ ചെയ്താൽ ബാക്കി 129 × 80. 129 × 8 ചെയ്യുമ്പോൾ 129 × 8 ചെയ്താൽ എത്ര വരിക? 9 × 8 72, then 7. 2 × 8 16. 16 + 7 23, then 2. 1 × 8 8. 8 + 2 10. That is 1,032. പിന്നെ ഒരു 0 കൂടെ വരുന്നുണ്ട്. അപ്പോൾ 10,320 റുപ്പീസ്. ഓക്കെ, അപ്പോൾ 10,300 റുപ്പീസ് രണ്ടാമത്തെ ടി വിക്കും ആദ്യത്തെ ടി വിക്ക് 9,520 റുപ്പീസുമാണ് വരുന്നത്. ഇനി ചോദിച്ചത് എന്താ? യെസ്, അയാളുടെ കയ്യിൽ 10,000 റുപ്പീസാണുള്ളത്. അപ്പോൾ അയാൾ ഏത് ടി വി വാങ്ങും? ഒന്നാമത്തെ ആണോ? അതായത് 20 ഇഞ്ച് ടി വി ആണോ 21 ഇഞ്ച് ടി വി ആണോ അയാൾ വാങ്ങുക? ഇതല്ലേ വാങ്ങുക, കാരണം ഇത് 10,000-നേക്കാളും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ടി വി വാങ്ങും അല്ലേ, അതായത് 20 ഇഞ്ച് ടി വി ആണ് അയാൾ ആദ്യം വാങ്ങുക. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്രൈസസ് ആഫ്റ്റർ ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ടിന് ശേഷം ആ പ്രൈസുകളിലുള്ള ഡിഫറൻസ് എത്ര വരിക? എങ്ങനെ കണ്ടുപിടിക്കുക?
ഫസ്റ്റ് ഒന്നാമത്തെ കേസിൽ 11,900 ആണ്, മൈനസ് ഇനി ഇവിടെ 9,520 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്രൈസസ് ആഫ്റ്റർ ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ടിന് ശേഷം ഇവിടെ എന്ത് വരും? 0. ഇത് 10 ആവും. അപ്പോൾ 8 + 2 10. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് എടുത്തില്ലേ? 8 അല്ലേ? അപ്പോൾ 3 പിന്നെ എങ്ങനെ വരും? ഇവിടെ 11 2,380. നെക്സ്റ്റ് രണ്ടാമത്തെ ആണെങ്കിലോ 12,900 മൈനസ് എന്തായിരുന്നു അവിടുത്തെ ഡിസ്കൗണ്ട്? 10,320 മൈനസ് ചെയ്യുമ്പോൾ 0. ഇവിടെ 10 ആവും. 8 + 2 10 കിട്ടി. ഇവിടെ നമ്മൾ 1 എടുത്തിരുന്നു, അപ്പോൾ ഇവിടെ എന്താവും? 8 ആവും. അപ്പോൾ 5 + 3 8. പിന്നെ ഇവിടെ എന്താ? 2. അപ്പോൾ ഇവിടെ 2,580യും ഇവിടെ 2,380. ഓക്കെ, ആദ്യത്തെ കേസിൽ 2,380 ആണ്, രണ്ടാമത്തെ കേസിൽ 2,580. അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആ പ്രൈസിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 2,380 റുപ്പീസ്, രണ്ടാമത്തിൽ 2,580 റുപ്പീസ്. ഓക്കെ, next, in a furniture shop, a coat and an almirah sold separately for 15,000 rupees and rupees 25,000 rupees are sold together for rupees 36,000. What is the discount percentage in this deal? അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റും ലോസ് പെർസെൻറ്റേജും ഒക്കെ കണ്ടിരുന്നു, ഓർമ്മ ഉണ്ടല്ലോ? അതേപോലത്തെ ഒന്ന് തന്നെയാണ് എന്തും ഡിസ്കൗണ്ട് പെർസെൻറ്റ്. ഡിസ്കൗണ്ട് ഏകദേശം ഏതുപോലെ വരും? ലോസിൻ്റെ പോലെ വരും അല്ലേ? കുറയ്ക്കല്ല നമ്മൾ ചെയ്യാം. ഇൻ എ ഫർണിച്ചർ ഷോപ്പ് എ കോട്ട് ആൻഡ് അൽമറ സോൾഡ് സെപ്പറേറ്റ്ലി. സെപ്പറേറ്റ് ആയിട്ട് അവർ വിൽക്കുമ്പോൾ എങ്ങനെ കൊടുക്കൽ? കോട്ടിന് 15,000, ദെൻ അൽമറക്കോ 25,000. ദെൻ ഇനി അത് ഒരുമിച്ചാണ് അവർ വിൽക്കുന്നതെങ്കിലോ 36,000 റുപ്പീസിന് കൊടുക്കും. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റ് ഇൻ ദിസ് ഡീൽ? അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ പ്രൈസ് എങ്ങനെയാണ് അവർ വിൽക്കുമ്പോൾ? രണ്ടും വിൽക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ കോട്ടും അൽമറയും വിൽക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ എങ്ങനെയാണ്? 15,000ഉം 25,000ഉം. അപ്പോൾ ടോട്ടൽ എന്ത് വരും? 40,000. സെപ്പറേറ്റ് ആകുമ്പോൾ 40,000 റുപ്പീസാണ്. ഇനി രണ്ടും കൂടെ ഒരുമിച്ചാണെങ്കിലോ, ടുഗദർ ആണെങ്കിലോ 36,000 അല്ലേ? ഓക്കെ, അപ്പോൾ അതിലെന്താ വ്യത്യാസം വന്നത്? രണ്ടിൻ്റെ ഡിഫറൻസിൽ എന്താണ്? ഇവിടുത്തെ പ്രൈസിലെ ഡിഫറൻസ് 4,000 അല്ലേ? പ്രൈസിലെ ഡിഫറൻസ് എന്താണ്? 4,000 റുപ്പീസ്. ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റ് കാണാൻ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് പെർസെൻറ്റ്. ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 4,000 റുപ്പീസ് അല്ലേ? 4,000 റുപ്പീസ് ബൈ ഇനി ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നതോ 40,000. 40,000 ഇൻറ്റു പെർസെൻറ്റേജ് ആണ്. അപ്പോൾ എന്താണ്? എപ്പോഴും എന്ത് കൊടുക്കണം? 100 കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിയതുള്ളത് നോക്കാം. ഇപ്പോൾ 4,000 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ എന്താണ്? ഇവിടെ 2 സീറോയും കൂടെ എക്സ്ട്രാ വരും, അതായത് അത് 4 lakh ആയിട്ട് മാറും. താഴെ എന്താണ്? 40,000. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് 4 സീറോസുകൾ ക്യാൻസൽ ചെയ്യാം അല്ലേ? ബാക്കി എന്താ ഉള്ളത്? 40/4. സോ എന്ത് കിട്ടും? 10%. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഡിസ്കൗണ്ട് പെർസെൻറ്റ് എത്രയാണ്? 10%. ഓക്കെ, നെക്സ്റ്റ്, Susan and Gayatri bought copies of an English Malayalam dictionary each for
490 rupees. To get 20% discount, they decided to pay the bill together. When the salesman told them they would get 30% discount on purchase above 1000 rupees. Each bought a picture book for 60 rupees and paid the bill together. ഇനി അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട് അല്ലേ, ബുക്ക് ഫെയർ അപ് ടു 500 rupees 10% ഓഫ്. അതായത് 500 rupees വരെയാണെങ്കിൽ 10% ഓഫ് ഉണ്ട്. ഇനി 500 മുതൽ 1000 rupees വരെയുള്ള സാധനങ്ങൾക്കോ 20% ആണ് ഓഫ് വരുന്നത്. ദെൻ എബവ് 1000 ആയാൽ 1000 rupees മുകളിൽ നിന്നുള്ള സാധനം നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് എത്ര രൂപ ഓഫ് കിട്ടും? 30% ഓഫ് കിട്ടും. നെക്സ്റ്റ്, ഹൗ മച്ച് ഡിഡ് ദേ പേ ടുഗദർ, വാട്ട് ഈസ് ദ ഷെയർ ഓഫ് ഈച്ച്. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് എത്ര രൂപ അടക്കണം, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ ഷെയർ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് പറയുന്നത് എന്താ, 2 പേരുണ്ട്. ആ 2 പേരും എന്ത് ചെയ്യുന്നു? കോപ്പീസ് ഓഫ് ആൻ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഈച്ച് ഫോർ 490 rupees. To get 20% discount, they decided to pay the bill together. അപ്പോൾ അവർക്ക് 20%, അതായത് സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ 490 rupees ആണ് എന്ത്, ഡിക്ഷണറിയുടെ വില. ഇനി സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ ഈ 490 rupees പറഞ്ഞത് എന്താണ്, 500 താഴെയാണ്. 500 താഴെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 500 വരെയാണെങ്കിൽ 10% അവർക്ക് എന്ത് കിട്ടുള്ളൂ, ഡിസ്കൗണ്ട് കിട്ടുള്ളൂ അല്ലേ. പക്ഷേ അവർ ഒരുമിച്ച് വാങ്ങിയാൽ എന്ത് കിട്ടും, 20% അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡിസ്കൗണ്ട് കിട്ടും. കാരണം എന്താ, 490 rupees ആണ് ഒരു ബുക്കിൻ്റെ വില. അപ്പോൾ 2 എണ്ണം വാങ്ങുമ്പോൾ എന്തായാലും അതെന്താവും, 500 മുകളിൽ പോവും അല്ലേ. 500 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെന്ത് തീരുമാനിക്കുകയാണ്, ഒരുമിച്ച് വാങ്ങുക. ഒരുമിച്ച് വാങ്ങിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ ക്യാഷ് എന്ത് ചെയ്താൽ മതി, ഷെയർ ചെയ്യാം. അപ്പോൾ അവർക്ക് ലാഭം കിട്ടില്ലേ. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്തിട്ടുണ്ടാവുക, എന്ത് ചെയ്തിട്ടുണ്ടാവും? യെസ്, നമുക്ക് എന്ത് ചെയ്യാം, 490 rupees, അതായത് ടോട്ടൽ ഇതിൻ്റെ എത്രയെന്ന് കാണാം. 490 rupees ടോട്ടൽ എത്ര വരിക, 490 rupees ആണ് ഒരു ബുക്കിൻ്റെ വില. അപ്പോൾ അവർ 2 ആളും വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും കൊടുത്ത ബുക്കിൻ്റെ വില വരിക, 0. ദെൻ 2 × 9 18, 1, 2 × 4 8, 8 + 1 9. അപ്പോൾ 980 rupees. ഓക്കെ. അപ്പോൾ ഡിക്ഷണറീസ് 490 rupees അവർ സെപ്പറേറ്റ് ഓരോരുത്തരും വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം, 980 rupees. ഈ നെക്സ്റ്റ്, വെൻ ദ സെയിൽസ്മാൻ ടോൾഡ് ദം ദേ വുഡ് ഗെറ്റ് 30% ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് എബവ് 1000 rupees. ഇനി 1000 rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, 30% ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സെയിൽസ്മാൻ അവരോട് അത് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈച്ച് ബോട്ട് എ പിക്ചർ ബുക്ക് ഫോർ 60 rupees ആൻഡ് പെയ്ഡ് ദ ബിൽ ടുഗദർ. അപ്പോൾ ഈ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിക്ക് പുറമെ അവരെന്തും കൂടെ ചെയ്യുന്നുണ്ട്, പിക്ചർ ബുക്കും കൂടെ 2 പേരും വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പിക്ചർ ബുക്കിൻ്റെ വില എത്രയാണ്, 60 rupees ആണ്. അപ്പോൾ 2 പേരും കൂടെ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തും കൂടെ വരും, 120 rupees കൂടെ വരും. അപ്പോൾ ടോട്ടൽ എത്രയായി, 2 ഡിക്ഷണറി ബുക്കുണ്ട്, അതേപോലെ 2 പിക്ചർ ബുക്കുണ്ട്. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്, അതേപോലെ പിക്ചർ ബുക്ക് 2 എണ്ണം വാങ്ങി. സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ അവരുടെ ഡിസ്കൗണ്ടിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരുമിച്ച് വാങ്ങുകയാണ്. അപ്പോൾ 980 120. ഇതിൻ്റെ ടോട്ടൽ എത്ര വരിക, 0, 8 + 2 10, then 1, 1 + 9 10, 10 + 1 11, 11,000 rupees. 1100 rupees. അപ്പോൾ ഇത്ര രൂപയാണ് അവർക്ക് ഒരുമിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, 1100 rupees. ഇനി അവിടെ പറയുന്നുണ്ട് എബവ് 100 ആണെങ്കിൽ എന്ത് കിട്ടും, 30% ഓഫ് കിട്ടും. എബവ് 100 ആണെങ്കിൽ 30% ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ത് കാണണം, 70% കാണണം. 1000
100 into 70 by 100. That is 11 into 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 77. ഇനി 3 zeros കൊടുത്താൽ മതി അല്ലേ? by 100. അപ്പോൾ 100s ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 770 rupees. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഓഫ് കഴിഞ്ഞിട്ട് അവർ എത്ര രൂപ അടച്ചാൽ മതി? 770 rupees. അതല്ലെങ്കിൽ അവർ ഓഫ് ഇല്ലാത്ത എമൗണ്ട് ആണെങ്കിൽ 1100 rupees. ഇനി അതിൽ തന്നെ സെപ്പറേറ്റ് ഓഫുകൾ പറയുന്നുണ്ട്, പക്ഷെ അവർ മാക്സിമം 30% ഓഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഡിക്ഷണറിയും അതേപോലെ പിക്ചർ ബുക്കും കൂടെ ഒരുമിച്ച് വാങ്ങിയത്. ഇനി അവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ഡിഡ് ദേ പേ ടുഗദർ? എത്ര രൂപയാണ് അവർ ഒരുമിച്ച് അടച്ചത്? 770 rupees. വാട്ട് ഈസ് ദ ഷെയർ ഓഫ് ഈച്ച്? ഓരോരുത്തരുടെ ഷെയർ എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ? 770ൻ്റെ പകുതി എത്ര വരിക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 into 2 6, then 1. 17 ആവുമ്പോൾ 8. 8 into 2 16, then 10ൽ 5. 5 into 2 10. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 385 rupees. ഓക്കെ, next, if both had bought only the dictionaries and paid the bill together, how much would they have paid? What would be the share of each? If both had bought only the dictionaries, ഇനി ഡിക്ഷണറി മാത്രമാണ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നതെങ്കിൽ ആൻഡ് പെയ്ഡ് ദ ബിൽ ടുഗദർ, എന്നിട്ട് അവർ ഒരുമിച്ച് ബില്ല് പേ ചെയ്തിട്ടുണ്ട്. ഹൗ മച്ച് വുഡ് ദേ ഹാവ് പെയ്ഡ്? അപ്പോൾ അവർ എത്ര രൂപ പേ ചെയ്തിട്ടുണ്ടാവും? ഡിക്ഷണറി മാത്രമാണെങ്കിൽ സെപ്പറേറ്റ് അല്ല, അവർ ഒരുമിച്ച് തന്നെയാണ് എന്ത് ചെയ്തത്? ബില്ല് കൊടുത്തത്. അപ്പോൾ എത്രയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 900 rupees ആണ് വരിക, ഡിക്ഷണറിയുടെ വില വരിക അല്ലേ? രണ്ടാൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വില 490 ആണ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആകുമ്പോൾ 980 rupees. ഇനി 980 rupees പറയുമ്പോൾ ഏതിലാണ് വരുന്നത്? 500 to 1000 വരുന്നത് അല്ലേ? അപ്പോൾ അവിടെ എത്ര ശതമാനമാണ് ഓഫ് കൊടുത്തത്? 20% ഓഫാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 20% ഓഫ് എന്ന് പറയുമ്പോൾ ഈ 980യുടെ എന്ത് കാണണം? 80% കാണണം. 980ൻ്റെ 80% കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് 98 into 8. 8 into 8 64, then 6. 9 into 8 72 plus 6 78. 784, then ഇവിടെ എന്തുണ്ട്? 2 zeros by 100. അപ്പോൾ അത് ക്യാൻസൽ ചെയ്താൽ 784 rupees. ഓക്കെ, അപ്പോൾ അവർ എത്ര കൊടുക്കണം? 784 rupees കൊടുക്കണം. ദെൻ വാട്ട് വുഡ് ബി ദ ഷെയർ ഓഫ് ഈച്ച്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കൊടുക്കേണ്ടി വരിക? ഇതിൻ്റെ ഓഫ് എടുക്കുമ്പോൾ ഷെയർ ഓഫ് ഈച്ച് വൺ 784 by 2. 784 by 2 എത്ര വരിക? 3 into 2 6, then 1. 18 ആകുമ്പോൾ 9. 9 into 2 18, then 4 ആകുമ്പോൾ 2 into 2 4. എത്ര കിട്ടുക? 392 rupees. ഓക്കെ, ഇനി അതിൽ വേറെ അതിൻ്റെ ബാലൻസ് 2 ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. ഇഫ് ഈച്ച് ഹാഡ് ബോട്ട് ദീസ് 2 books സെപ്പറേറ്റ്ലി, ഇനി ഓരോരുത്തരും ഈ 2 ബുക്കുകളും സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ എത്ര വരുന്നത്? അതേപോലെ ഇഫ് ഈച്ച് ഹാഡ് ബോട്ട് സെപ്പറേറ്റ്ലി ദ എമൗണ്ട് ഈച്ച് വുഡ് ഹാവ് സ്പെൻഡ്. ഓക്കെ, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇഫ് ഈച്ച് ഹാഡ് ബോട്ട് ദീസ് 2 books സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതേപോലെ 4ാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ്,
The bill shows clothes bought from a khadi outlet. What is the total amount to be paid? അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ബോർഡ് തന്നിട്ടുണ്ട്. ഖാദി ക്ലോത്ത്, കോട്ടൺ, പോളിസ്റ്റർ, സിൽക്ക്, 30% റിബേറ്റ്, 20% റിബേറ്റ്, 20% റിബേറ്റ്, അങ്ങനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ പറയുന്നുണ്ട് ഖാദി വസ്ത്രാലയം. അതിൽ ഐറ്റംസും പറയുന്നുണ്ട്. കോട്ടൺ ധോത്തി, കോട്ടൺ ഷർട്ട്, പോളിസ്റ്റർ ഷർട്ട്, ദെൻ സിൽക്ക് സാരി. അതിൽ ഓരോ എണ്ണം നമ്പർ പറയുന്നുണ്ട് അല്ലേ? എല്ലാത്തിൻ്റെയും ഓരോന്നാണ്. ദെൻ അതിൻ്റെയൊക്കെ പ്രൈസ് 350, 550, 450, 1500. അതിൻ്റെയൊക്കെ അവിടെ റിബേറ്റ്, അതായത് ഡിസ്കൗണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും വിലകൾ, ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വിലകൾ എത്രയാണ് കിട്ടുക? 350ൻ്റെ എന്ത് കണ്ടുവരും? കോട്ടൺ ആകുമ്പോൾ 30% റിബേറ്റ് ആണ്, അപ്പോൾ അതിൻ്റെ 70% കാണാം. ഇനി 540 എന്ന് പറയുമ്പോൾ കോട്ടൺ ഷർട്ടാണ്, കോട്ടൺ 30% റിബേറ്റ് ആണ്, അപ്പോൾ അതിന് 70% കാണാം. നെക്സ്റ്റ് 450, അത് പോളിസ്റ്റർ ഷർട്ടാണ്, 20% ആണ് അവിടുത്തെ റിബേറ്റ്, അപ്പോൾ 80% കണ്ടുപിടിക്കാം. അതേപോലെ 1500 ആവുമ്പോൾ സിൽക്ക് സാരിയാണ്, സിൽക്ക് 20% റിബേറ്റ് ആണ്, അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക? 80% കാണാം കേട്ടോ. 1500ൻ്റെ 80% കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ്, എ ട്രേഡർ ബൈസ് ആൻ ഇലക്ട്രിക് ഫാൻ ഫോർ ₹2500. ഹി റൈസസ് the price by 40% and then offers 15% discount. At what price does he sells it? അപ്പോൾ എന്താണ്? ഫാന് വാങ്ങണത് 2500 റുപ്പീസിനാണ്. ഹി റൈസസ് ദ പ്രൈസ് ബൈ 40%. ഇനി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 40% കൂട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു? ആൻഡ് ദെൻ ഓഫേഴ്സ് 15% ഡിസ്കൗണ്ട്. 40% ആദ്യം കൂട്ടിയിട്ടുണ്ട്, എന്നിട്ട് 15% ഡിസ്കൗണ്ടിൽ ഇട്ടു. ദെൻ അറ്റ് വാട്ട് പ്രൈസ് ഡസ് ഹി സെൽസ് ഇറ്റ്? അപ്പോൾ അയാൾ എന്ത് വിലക്കാണ് അത് വിൽക്കുന്നത്? അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഫസ്റ്റ് 40% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ? കൂട്ടിയിട്ടുണ്ട്, റൈസ് ചെയ്തിട്ടുണ്ട്, അതിൽ 40% ഇവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? അതിൻ്റെ 140% കാണാം. 2500ൻ്റെ 140% കാണാം. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ദെൻ ഓഫേഴ്സ് 15% ഡിസ്കൗണ്ട്. എന്നിട്ട് 15% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ എങ്ങനെ വരിക? ആ 140% കിട്ടിയ എമൗണ്ടിൻ്റെ എന്ത് കാണണം? 85% കാണാം. 85% കണ്ടാൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ എമൗണ്ടിനാണ് അയാൾ എന്ത് ചെയ്യുക? വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ കൂടുതലാണ് വരിക, അത് കണ്ടുപിടിക്കുക കേട്ടോ. നെക്സ്റ്റ്, എ ഗ്യാസ് സ്റ്റൗ ഈസ് ബോട്ട് ഫോർ ₹3600. വാട്ട് ഷുഡ് ബി ദ പ്രൈസ് മാർക്ക്ഡ് ഓൺ ഇറ്റ് ഇഫ് 20% പ്രോഫിറ്റ് ഈസ് ടു ബി ഗോട്ട് ആഫ്റ്റർ 10% ഡിസ്കൗണ്ട്? ഗ്യാസ് സ്റ്റൗ വാങ്ങിയത് എത്ര രൂപക്കാണ്? 3600 റുപ്പീസിനാണ്. വാട്ട് ഷുഡ് ബി ദ പ്രൈസ് മാർക്ക്ഡ് ഓൺ ഇറ്റ് ഇഫ് 20% പ്രോഫിറ്റ് ഈസ് ടു ബി ഗോട്ട്? 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആഫ്റ്റർ 10% ഡിസ്കൗണ്ട്. 10% ഡിസ്കൗണ്ടിന് ശേഷം 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അതിൽ മാർക്ക് ചെയ്തത് വാട്ട് ഷുഡ് ബി ദ പ്രൈസ് മാർക്ക്ഡ് ഓൺ ഇറ്റ്, അതുമേലെ മാർക്ക് ചെയ്ത പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരിക? അതിന് വാങ്ങിയ വില എന്ന് പറഞ്ഞത് എന്താണ്? അയാൾ വാങ്ങിയത് 3600 റുപ്പീസാണ്. ഇനി അയാൾ വിൽക്കുന്നത് എങ്ങനെയാണ്? 3600 റുപ്പീസിൻ്റെ 20% പ്രോഫിറ്റ് കിട്ടണം അല്ലേ? 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 120% കാണാം. അപ്പോൾ 3600ൻ്റെ 120% കാണാം. ഇനി എന്താ ചെയ്യുക? ആഫ്റ്റർ 10% ഡിസ്കൗണ്ട് അല്ലേ? 10% ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് 20% പ്രോഫിറ്റ് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പം നിങ്ങൾക്ക് 120% ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ 90% കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആ ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ എന്ത് വരിക? മാർക്ക്ഡ് പ്രൈസ്. അപ്പോൾ മാർക്ക്ഡ് പ്രൈസിൻ്റെ എന്ത് കാണണം ആദ്യം? അത് ജസ്റ്റ് ബാക്കിക്കൊന്ന് റിവേഴ്സായിട്ട് ചിന്തിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ആൻസേഴ്സ് കിട്ടും.
യെസ്, മാർക്കറ്റ് പ്രൈസിൻ്റെ 10% ഡിസ്കൗണ്ട് കാണാം. അതായത് എന്താ വരിക, 90% കണ്ടു വെക്കുക. എന്നിട്ട് അതിൻ്റെ 120%, അത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്തിലേക്ക് എത്താം, 3600 എത്താൻ പറ്റും. ഓക്കെ, അതാണ് 3600 ആണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ്. നെക്സ്റ്റ്, എ ഷോപ്പ് ഓഫേഴ്സ് ആൻ ഇലക്ട്രിക് അയൺ ഫ്രീ വിത്ത് എ ഫ്രിഡ്ജ്. They sell the fridge for ₹9,000 and the iron for ₹1,000. If 20% profit is to be got on this deal, what should be the selling price of the fridge? ആ ഫ്രിഡ്ജിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നോക്ക്, എ ഷോപ്പ് ഓഫേഴ്സ് ആൻ ഇലക്ട്രിക് അയൺ ഫ്രീ വിത്ത് എ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൻ്റെ കൂടെ അവർ എന്ത് കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിക് അയൺ കൊടുക്കുന്നുണ്ട്. ദേ സെൽ ദ ഫ്രിഡ്ജ് ഫോർ 9,000 ആൻഡ് ദ അയൺ ഫോർ ₹1,000. അതായത് ഫ്രിഡ്ജ് 9,000 rupeesനും ദെൻ അയൺ 1,000 rupeesനുമാണ് അവർ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇഫ് 20% പ്രോഫിറ്റ് ഈസ് ടു ബി ഗോട്ട് ഓൺ ദിസ് ഡീൽ, 20% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫ്രിഡ്ജ്. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരിക? അപ്പോൾ എന്താ വരുന്നത്, സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് 9,000 ആണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് അയൺ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, 1,000 ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 10,000 ആണ്. ഇനി 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴോ, യെസ്, ആ 10,000ന് 120% കാണാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, ₹12,000. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എത്രയാണ്, ₹12,000. ഓക്കെ, let us stop today's class. Thank you.